ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് വേൾഡ്. ഓണം ആവാറായില്ലേ? ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോടിയത് ഓണസദ്യയാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓണസദ്യയിൽ വരുന്ന റെസിപ്പീസ് ഒക്കെ ഒരു സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഓണം റെസിപ്പീസിൽ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മാങ്ങ അച്ചാറാണ്. നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ ഇലയിൽ ഒരു കോണിന്ന് തുടങ്ങുകയാണ്. അപ്പൊ മാങ്ങ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 1 കിലോ മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ അതെങ്ങനെയാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ 1 കിലോ ബേസിക് വെച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള കുക്കിംഗ് അല്ല കേട്ടോ. ഷെഫുകൾ വെക്കുന്ന പോലെയുള്ള രീതിയിലുള്ള കുക്കിംഗ് അല്ല ഇത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സ്ഥിരം വെക്കാറുള്ള, സ്പെഷ്യലും അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സ്ഥിരം വെക്കാറുള്ള, ഈസി ആയിട്ട് വെക്കാറുള്ള റെസിപ്പീസിന്റെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ മാങ്ങാച്ചാറാണെങ്കിലും ചിലപ്പോൾ മാങ്ങാച്ചാറല്ല ഇനി അങ്ങോട്ട് ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും എന്ന് പറയുന്നത് ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു വീട്ടിൽ വെക്കുക, അല്ലെ മറ്റൊരു സ്ഥലത്ത് വെക്കുക. അതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതാണെങ്കിലും കുക്കിംഗ് സ്റ്റൈലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഫോളോ ചെയ്തു വരുന്ന ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. എളുപ്പമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ആണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പ് തേച്ച് അല്പസമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ അളവും ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ കരിയാതെ ശ്രദ്ധിക്കണേ. ഞാനിവിടെ ഇതിന്റെ ഒപ്പം കട്ട കായമാണ് ചേർക്കുന്നത്. അതല്ലാതെ പൊടികൾ ചേർക്കുന്ന സമയത്ത് 1 സ്പൂൺ കായപ്പൊടി ചേർത്താലും മതി. അപ്പൊ ഞാൻ കട്ട കായം ആയതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അച്ചാറിൽ ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞതായി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മൂക്കണം. മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കൊത്തി അരിഞ്ഞ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലര് അധികം വെളുത്തുള്ളി ചേർക്കാറില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എരിയുള്ള മുളക് പൊടിയും എരി ഇല്ലാത്ത മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. കാരണം എരി ഉള്ള മുളക് പൊടി മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം അങ്ങോട്ട് കളർ കിട്ടില്ല. ഇവിടെ എല്ലാവർക്കും കളർ നന്നായിട്ട് വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 മുളക് പൊടിയുടെ മിക്സ് ആണ് ചേർത്തിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ മുളക് പൊടിയിലൂടെ മഞ്ഞപ്പൊടി ഇടുന്ന കാര്യം വിട്ടുപോയിരുന്നു. അതുകൊണ്ട് ഞാൻ മാങ്ങ ഇട്ട കൂട്ടത്തിൽ മഞ്ഞപ്പൊടിയും കൂടി ചേർത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചേർക്കുമ്പോൾ മുളക് പൊടിയുടെ ഒപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ മാങ്ങയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ അരപ്പൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ. ഇതിന്റെ ഇടയിൽ നമ്മൾ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി അതല്ലാതെ നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ വിനാഗിരി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അധികം നാൾ മാങ്ങാച്ചാർ വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ വിനാഗിരി നമുക്ക് ഒരുപാട് ചേർത്ത് കൊടുക്കാം. ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.